വർഷങ്ങളായി താമസിക്കുന്ന മലയാളി കുടുംബങ്ങളും ഗ്രീൻ കാർഡ് കാത്തിരിക്കുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഇമിഗ്രേഷൻ വാർത്തയാണ് ഇപ്പോൾ യുഎസിൽ നിന്നും പുറത്തു വരുന്നത്. അമേരിക്കയിൽ 27 വർഷത്തിലേറെയായി നിയമപരമായി താമസിച്ചിരുന്ന 60 വയസ്സുകാരിയായ ഒരു ഇന്ത്യൻ വംശജയെ ഗ്രീൻ കാർഡ് നടപടിയുടെ ഭാഗമായി USCIS ഓഫീസിൽ എത്തിയപ്പോൾ IC ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർക്ക് ക്രിമിനൽ കേസുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. മക്കൾ സ്പോൺസർ ചെയ്ത ഗ്രീൻ കാർഡ് അപേക്ഷ അംഗീകരിച്ച ശേഷമാണ് ബയോമെട്രിക് അപ്പോയിന്റ്മെന്റിനായി ഇവർ USCIS ഓഫീസിൽ എത്തിയത്. എന്നാൽ അവിടെ വെച്ച് IC ഉദ്യോഗസ്ഥർ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇതോടെ അമേരിക്കയിൽ പഴയ ഇമിഗ്രേഷൻ കേസ് ഹിസ്റ്ററി ഉള്ളവർ USCIS ഓഫീസിൽ എന്തെങ്കിലും അപ്പോയിന്റ്മെന്റിന് പോകുന്നതിന് മുൻപ് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് ഉയർന്നു വരുന്നത്. എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. കാലിഫോർണിയയിൽ താമസിച്ചിരുന്ന 60 വയസ്സുകാരിയായ ബബിൾജിത്ത് ബബ്ലി കൗറിന്റെ കേസാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. 1994 മുതൽ ഇവർ അമേരിക്കയിൽ താമസിച്ചു വരികയായിരുന്നു. അമേരിക്കൻ പൗരത്വമുള്ള മകളും മരുമകനും ചേർന്ന് ഇവർക്കായി ഫോം I-130 വഴി ഗ്രീൻ കാർഡ് പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുകയായിരുന്നു. ഈ പെറ്റീഷൻ USCIS അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിനുള്ള അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് നടപടിയുടെ ഭാഗമായി ബയോമെട്രിക് അപ്പോയിന്റ്മെന്റിനായി USCIS ഓഫീസിൽ എത്തുകയായിരുന്നു ഇവർ. വിരലടയാളവും ഫോട്ടോയും നൽകാനുള്ള സാധാരണ നടപടികളായിരുന്നു ഇത്. എന്നാൽ മുൻകാലത്തെ ഇമിഗ്രേഷൻ കേസ്, അസൈലം അപേക്ഷ നിരസിച്ചത് അല്ലെങ്കിൽ പഴയ റിമൂവൽ ഓർഡർ എന്നിവയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് IC ഉദ്യോഗസ്ഥർ ഇവരെ അവിടെ വെച്ച് കസ്റ്റഡിയിലെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ. ഗ്രീൻ കാർഡ് പെറ്റീഷൻ അംഗീകരിച്ചാൽ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു വ്യക്തിയുടെ I-130 പെറ്റീഷൻ അംഗീകരിച്ചു എന്നതുകൊണ്ട് മാത്രം ആ വ്യക്തിയുടെ പഴയ ഇമിഗ്രേഷൻ കേസ് സ്വയം അവസാനിക്കണമെന്നില്ല. മുൻപ് ഇമിഗ്രേഷൻ കോർട്ടിൽ നിന്ന് റിമൂവൽ ഓർഡർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയ അസൈലം കേസ് നിരസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കേസ് പ്രത്യേകം പരിഹരിക്കേണ്ടി വരാം. അതുകൊണ്ട് തന്നെ I-130 അപ്രൂവൽ കിട്ടിയെന്ന് മാത്രം കരുതി എല്ലാ ഇമിഗ്രേഷൻ പ്രശ്നങ്ങളും തീർന്നുവെന്ന് കരുതരുത്. പഴയ റിമൂവൽ ഓർഡർ ഉണ്ടോ, ഇമിഗ്രേഷൻ കോർട്ട് കേസ് ഉണ്ടോ, അസൈലം അപേക്ഷ നിരസിക്കപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ആദ്യം പരിശോധിക്കണം. USCIS ഓഫീസിൽ പോകുന്നവർ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് പഴയ ഇമിഗ്രേഷൻ കേസ് ഹിസ്റ്ററി ഉള്ളവർ USCIS ഓഫീസിൽ ബയോമെട്രിക് അപ്പോയിന്റ്മെന്റിനോ ഇന്റർവ്യൂവിനോ പോകുന്നതിന് മുൻപ് തങ്ങളുടെ മുഴുവൻ ഇമിഗ്രേഷൻ രേഖകളും പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ പഴയ കേസിൽ എന്തെങ്കിലും റിമൂവൽ ഓർഡർ ഉണ്ടോ, നോട്ടീസ് ടു അപ്പിയർ ലഭിച്ചിട്ടുണ്ടോ, അസൈലം അപേക്ഷ മുൻപ് നിരസിക്കപ്പെട്ടിട്ടുണ്ടോ, വിസ സ്റ്റേറ്റസ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റിന് മുൻപ് യോഗ്യനായ ഇമിഗ്രേഷൻ അറ്റോർണിയുമായി സംസാരിക്കുന്നതാണ് സുരക്ഷിതമായ മാർഗം. കാരണം പുതിയ ഗ്രീൻ കാർഡ് അപേക്ഷ നൽകിയത് കൊണ്ടോ I-130 അംഗീകരിച്ചത് കൊണ്ടോ പഴയ കോടതി ഉത്തരവ് സ്വയം റദ്ദാകില്ല. ഇതിന് സമാനമായി വർഷങ്ങളായി അമേരിക്കയിൽ താമസിച്ചിരുന്ന 73 വയസ്സുകാരിയായ ഹർജിത് കൗറിയും IC കസ്റ്റഡിയിൽ എടുത്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. റുട്ടീൻ ഇമിഗ്രേഷൻ ചെക്കിൻ നടപടികൾക്കിടയിലായിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇത്തരം സംഭവങ്ങൾ ദീർഘകാലമായി അമേരിക്കയിൽ താമസിക്കുന്ന എന്നാൽ പഴയ ഇമിഗ്രേഷൻ കേസ് ഹിസ്റ്ററിയുള്ള ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നു. I-130 അപ്രൂവൽ മാത്രം മതിയാകില്ല. ഇത് വീണ്ടും പ്രത്യേകം പറയേണ്ട കാര്യമാണ്. നിങ്ങളുടെ ബന്ധു സമർപ്പിച്ച I-130 പെറ്റീഷൻ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പേരിൽ പഴയ റിമൂവൽ ഓർഡർ ഉണ്ടെങ്കിൽ അത് സ്വയം ഇല്ലാതാകില്ല. ആവശ്യമായ സാഹചര്യത്തിൽ ഇമിഗ്രേഷൻ കോർട്ട് അല്ലെങ്കിൽ ബോർഡർ ഓഫ് ഇമിഗ്രേഷൻ അപ്പീൽസ് പോലെയുള്ള ബന്ധപ്പെട്ട നിയമ സംവിധാനങ്ങളിലൂടെ പഴയ കേസ് വീണ്ടും തുറക്കാനുള്ള നടപടികൾ ആവശ്യമായി വരാം. ചില കേസുകളിൽ പ്രൊവിൻഷ്യൽ വേവിയർ പോലെയുള്ള നിയമപരമായ മാർഗങ്ങളും പ്രസക്തമായേക്കാം. എന്നാൽ ഇത് ഓരോ വ്യക്തിയുടെയും കേസിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് മറ്റൊരാളുടെ കേസിനെ അടിസ്ഥാനമാക്കി സ്വന്തം ഇമിഗ്രേഷൻ തീരുമാനങ്ങൾ എടുക്കരുത്. H-1B, H-4, B-1, B-2 തുടങ്ങിയ വിസകളിൽ അമേരിക്കയിൽ കഴിയുന്നവരും തങ്ങളുടെ I-94 തീയതികൾ കൃത്യമായി പരിശോധിക്കണം. സ്റ്റേറ്റസ് കാലാവധി തീരുന്നതിന് മുൻപ് ആവശ്യമായ അപേക്ഷകളും എക്സ്റ്റൻഷനുകളും സമയത്ത് സമർപ്പിക്കണം. ഇമിഗ്രേഷൻ സ്റ്റേറ്റസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നവർ സ്വന്തമായി തീരുമാനമെടുക്കുന്നതിന് പകരം വിദഗ്ധനായ ഇമിഗ്രേഷൻ അറ്റോർണിയുടെ സഹായം തേടുന്നതാണ് ഏറ്റവും ഉചിതം. പഴയ ഇമിഗ്രേഷൻ കേസുള്ളവർക്ക് മറ്റൊരു പ്രധാന നിർദ്ദേശം കൂടിയുണ്ട്. നിങ്ങളുടെ പഴയ USCIS, IC, ഇമിഗ്രേഷൻ കോഡ് രേഖകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ഇമിഗ്രേഷൻ ഫയലുകളും ശേഖരിച്ച് പരിശോധിക്കുന്നത് സഹായകരമായേക്കാം. ആവശ്യമായ സാഹചര്യത്തിൽ FOIA വഴി രേഖകൾ ആവശ്യപ്പെടാനും കഴിയും. ഇങ്ങനെ നിങ്ങളുടെ പഴയ കേസിൽ എന്താണ് സംഭവിച്ചതെന്നും ഇപ്പോഴത്തെ അപേക്ഷയെ അത് എങ്ങനെ ബാധിക്കുമെന്നും വ്യക്തമായി മനസ്സിലാക്കണം. അമേരിക്കയിൽ വർഷങ്ങളായി താമസിക്കുന്നവർ ഇനി നിങ്ങളുടെ ഇമിഗ്രേഷൻ രേഖകൾ ഒരിക്കൽ കൂടി പരിശോധിക്കുക.
പാസ്പോർട്ട്, I-94 വിസ രേഖകൾ, USCIS അപ്രൂവൽ നോട്ടീസ്, പഴയ ഇമിഗ്രേഷൻ കോഡ് രേഖകൾ തുടങ്ങിയവ സുരക്ഷിതമായി സൂക്ഷിക്കുക. പ്രത്യേകിച്ച് പഴയ റിമൂവൽ ഓർഡർ, അസൈലം ഡിനയൽ, സ്റ്റേറ്റസ് വയലേഷൻ തുടങ്ങിയവ ഉള്ളവർ USCIS അപ്പോയിന്റ്മെന്റുകൾക്ക് പോകുന്നതിന് മുൻപ് നിയമോപദേശം തേടുക. ഇമിഗ്രേഷൻ നിയമം ഓരോ വ്യക്തിയുടെയും കേസിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നതിനാൽ സോഷ്യൽ മീഡിയയിലെ പൊതുവിവരങ്ങൾ മാത്രം ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമങ്ങളിലെയും വിസ നയങ്ങളിലെയും പുതിയ മാറ്റങ്ങൾ കൃത്യമായി അറിയാൻ ഗ്ലോബൽ സമയം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.